നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല പിതാവേ, ഈ മനോഹരമായ പ്രഭാത സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കഴിഞ്ഞ 73 വർഷക്കാലം ഒരു സഭയായി അങ്ങയുടെ സന്നിധിയിൽ അങ്ങേ ആരാധിക്കുവാനായിട്ട് വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് കർത്താവെ ഞങ്ങൾക്ക് സഹായിക്കുന്നത് ഓർത്തുകൊണ്ട് സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് ദൈവമേ, കഴിഞ്ഞ നാളുകളിലെ യാത്രകളിൽ ദൈവമേ സഭയുടെ വളർച്ചകളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. ഇന്നായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. അങ്ങനെയുള്ള ദൗത്യത്തിൽ ജീവിപ്പാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സമൂഹത്തോടും സഭയോടും ദേശത്തോടും കർത്താവെ ജീവിതത്തിൽ ഏറ്റവും വലിയ കർത്താവെ ആഭിമുഖ്യം പുലർത്തുന്നവരായി തീരുന്നതാണ് കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് നന്ദി. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദക്ഷിണേന്ത്യ സഭ ഇന്ന് 74-ാം സ്ഥാപക ദിനം ആചരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ് ദക്ഷിണേന്ത്യ സഭ നിലവിൽ വന്നത്. കഴിഞ്ഞ 73 വർഷമായി ദൈവകൃപയുടെ നിറവിൽ വിശ്വാസയാത്രയിൽ ദക്ഷിണേന്ത്യ സഭ മുന്നേറുന്നു. ഈ അവസരത്തിൽ എല്ലാ ദക്ഷിണേന്ത്യ സഭയിലെ അംഗങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇമ്മാനുവേൽ കത്തീഡ്രലിൽ ഇന്ന് നടക്കുന്ന ആരാധനയിൽ വിവിധ സ്ഥലങ്ങളിലിരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരാധന, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഗീതങ്ങളെല്ലാം സ്വർഗം സുഗ്രാഹ്യമായ യാഗമായി സ്വീകരിക്കട്ടെ, സ്വർഗത്തിൽ നിന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും സഭയുടെ നാഥനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ക്രിസ്തുവാകുന്ന പാറമേൽ അവിടുന്ന് സഭയ്ക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കയില്ല എന്ന ഉറപ്പും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദക്ഷിണേന്ത്യ സഭ 74-ാമത് സ്ഥാപക ദിനം ആചരിക്കുന്ന ഇന്ന് അവിടുത്തെ പരിശുദ്ധ സന്നിധിയിൽ അടുത്ത് വന്ന ഒരു സഭയായ ഒരു സമൂഹമായി ഞങ്ങൾക്കങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും തരുന്ന ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് അനുഗ്രഹീതമായി പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നൽകിയ വിശ്രമത്തിനായി, ഉറക്കത്തിനായിട്ടൊക്കെ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നാഥ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾ ആരംഭിച്ച് നടത്തി അവസാനിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് ആരാധനയിൽ ആദ്യോടന്തം തിരു സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാരത്തും ദൂരത്തും വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഭവനങ്ങളിലിരുന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവേ നിൻ്റെ ആത്മാവിൻ്റെ നിറവ് നിൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 2-3 പേരുടെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യ സന്നിധാനം ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ മധ്യ ഉള്ളതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. തിരുകൃപയുടെ മറവിൽ ഞങ്ങളെല്ലാവരും മറയ്ക്കണം. ആരാധനയുടെ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ അനുഭവമാക്കി തീർക്കണം. എല്ലാ നന്മകളാലും കൃപകളാലും അനുഗ്രഹങ്ങളാലും വഴി നടത്തണം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണം പിതാവേ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്കെല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 23-ാമത്തെ കീർത്തനം ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 23-ാമത്തെ കീർത്തനം, കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം നമ്പർ 163, ഹിം നമ്പർ 163. Jesus, songs in a believer's ear.
ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ത്രിത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെയർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളുടെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങൾ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപയരുളേണമേ. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതം നമ്മുടെ ബഹളിതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായ നിമിത്തത്തിന്റെ ശോധന ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നാം അറിഞ്ഞുമറിയാതെയും ചെയ്തു വല്ല കുറവുകളും എല്ലാം അറിയുന്നതായ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. താഴെ വരുന്ന വിനയ പ്രാർത്ഥന നമ്മുടെ അനുതാപ പ്രാർത്ഥനയായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്തപ്രകാരം അനുഗമിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ളവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങളിന്മേൽ ദൈവ
ഞങ്ങളിലും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്ത സ്വഭാവം ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശുക്രിസ്തുവിന്റെ ബഹുമാനത്തിനായിട്ട് നിന്റെ മഹാകരുണയോട് കനിവുകൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. കർത്താവിനെ സ്തുതിപ്പിൻ. ഈ സമയത്ത് ഇന്നത്തേക്കുള്ള വേദ പാഠഭാഗങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം 15 വാക്യം മുതൽ 22 വാക്യം വരെ. യെഹെസ്കേൽ പ്രവചനം 37:15 മുതൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോടും ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വയ്ക്കൂ. പിന്നെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എഫ്രൈമിൻ്റെ കോലായ യോസേഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും എന്ന് എഴുതി വയ്ക്കുക. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക. അവ നിൻ്റെ കയ്യിൽ ഒന്നായിത്തീരും. ഇതിൻ്റെ താൽപ്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കയില്ലയോ എന്ന് നിൻ്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ എഫ്രൈമിൻ്റെ കയ്യിലുള്ള യോസേഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും. അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണുകെ നിൻ്റെ കയ്യിലിരിക്കണം. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർത്തിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നാലപ്പുറത്ത് നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഓരോ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി 2 ജാതിയായിരിക്കുകയില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല. ഇവിടെ ഒന്നാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്കുള്ള സങ്കീർത്തനങ്ങൾ 122 സങ്കീർത്തനം. 122 സങ്കീർത്തനങ്ങൾ നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. തമ്മിലണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരുശലേമേ, അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. നമുക്കൊരുമിച്ച് വായിക്കാം. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിക്കുന്നത്,
നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യനാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടി നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായ എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ചവസാനിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് സഭയുടെ പാട്ട് വാക്യം പ്രതി വാക്യമായിട്ട് ഏറ്റുപറയാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാവുന്നു, ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദേവന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വന്യതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. നീ മനുഷ്യരെ രക്ഷിപ്പാൻ ഫലമേറ്റപ്പോൾ കന്യയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ ദൈവത്തിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വലിയേറെ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്നും ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്കിൽ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. സുവിശേഷ വേദഭാഗത്തിൽ നിന്ന് ഇപ്പോൾ വായിച്ചു കേൾക്കാം. Gospel according to St. John, chapter 17, verses 20 to 26. St. John, chapter 17, verse comments from 20. My prayer is not for them alone. I pray also for those who will believe in me through their message, that all of them may be one. Father, just as you are in me and I am in you, may they also be in us, so that the world may believe that you have sent me. I have given them the glory that you gave me, that they may be one as we are one, I in them and you in me. May they all be brought to complete unity, to let the world know that you sent me, and I have loved them even as you have loved me. Father, I want those you have given me to be with me where I am, and to see my glory, the glory you have given me because you loved me before the creation of the world. Righteous Father, though the world does not know you, I know you,
and they know that you have sent me. I have made you known to them and will continue to make you known in order that the love you have for me may be in them and that I myself may be in them. Here ends the gospel reading. വിശുദ്ധ സുവിശേഷം നാം നിൽക്കവേ ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 207 കീർത്തനം ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 207 കീർത്തനം, കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം നമ്പർ 151, ഹിം നമ്പർ 151. May the words of my mouth and the meditation of our heart be acceptable in your sight, Lord, my rock and my redeemer. Amen. We observe this Sunday as the CSA Formation Day. So today we are celebrating the 74th anniversary of CSA. So the theme for today's meditation is unity in witnessing. ഇന്നത്തെ സഭ ചിന്തിക്കുന്ന വിഷയം സാക്ഷീകരിക്കുന്നതിൽ ഐക്യം. കഴിഞ്ഞ നാളുകളിലെ സഭയുടെ ജീവിതത്തെ ഓർത്തുകൊണ്ട് നാം എപ്രകാരമാണ് ഐക്യത്തോടുകൂടെ ദൈവത്തെ സാക്ഷീകരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ദിവസമാണ് ഇന്ന്. The mission spark stimulated in 1919 became a flame in 1947 on this historical day of September 27. Church historians stated that this is the second Pentecost. Today, CSA has become the biggest Protestant church and the second largest church in India. Church is spread over South Indian states like Karnataka, Tamil Nadu, Andhra, Telangana, and one diocese in Sri Lanka. As a united and uniting church, the motto we have taken from the high priestly prayer of Jesus Christ still make a spark within us. The people from different culture, linguistics, region, and traditions came together
and united in their witnesses. That unity is the witness of the church, and by this it has become the more effective instrument in God's hand for carrying out God's work. For great traditions, namely Anglicans, Methodists, Presbyterians, and Congregationalists, joined in this union. On this occasion, with great gratitude, let us remember the pioneers in the formation of Church of South India. The basis of this union is threefold: greater peace, closer fellowship, and fuller life. Now we are celebrating 74th anniversary. വരും വർഷങ്ങളിൽ we will celebrate the Diamond Jubilee of the formation of CSI. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം CSI സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു വർഷമാണ്. Because this year, let us make an evaluation and try to strengthen our mission in the future by embracing the experience which God has given us in troubles and happiness of the previous days. So on this occasion, let us meditate upon unity in witnessing on the basis of the present situation and the Bible reading allotted for this special Sunday. The witnessing, the word means ചെയ്യുന്നത്, it is an attestation of an act or event or one that gives evidence. അല്ലെങ്കിൽ we can say one who has personal knowledge of something. ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യൻ വിറ്റ്നസിങ് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ കൂടി ദൈവം നൽകിയ വലിയ വിടുതലിനെയും ശക്തിയെയും അനുഗ്രഹത്തെയും വിളിച്ച് പറയുന്നത് നമ്മുടെ വിറ്റ്നസിംഗ് ആയിട്ട് കണക്കാക്കാൻ കഴിയും. We all know that the present situation of the church and the present situation of the contemporary world and a life which has lost the testimony in the faith community. Sometimes we may deviate from the motto and the mission of the church. കഴിഞ്ഞ കാലങ്ങളിൽ സഭയുടെ വിശ്വാസ യാത്രയിൽ വന്നുപോയ കോട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്രകാരമുള്ള ചിന്തയിൽ നിന്ന് എന്തായിരിക്കണം നമ്മുടെ യഥാർത്ഥമായ സാക്ഷ്യം, ഐക്യത്തോടു കൂടിയുള്ള സാക്ഷ്യം എന്തായിരിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാം. So at this time, it is important to rethink what should be our witnessing. We need to proclaim that we have a unity with Christ and we are united in Christ. We have a unity with Christ and we are united in Christ. ഇതായിരിക്കണം നമ്മുടെ സാക്ഷ്യം. നാം ക്രിസ്തുവുമായി ഐക്യത്തിലായിരിക്കുന്നു എന്നും വിശ്വാസികളായിരിക്കുന്ന നാം പരസ്പരം ഐക്യത്തിലായിരിക്കുന്നു എന്നും ഇന്ന് നാം സാക്ഷീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. Look at the prayer which Jesus prayed to the Heavenly Father for the believers. This prayer prayed by Jesus just prior to his death is often called his high priestly prayer because he intercedes with God on behalf of the disciples, present and future. As the Lord's Prayer, it is a prayer in which Jesus pours out from his heart. ഈ ഒരു പ്രാർത്ഥനയെ better we can call the model prayer or the disciples prayer. ഒരു മാതൃകാപരമായ പ്രാർത്ഥന എന്നോ ശിഷ്യ ഗണങ്ങളുടെ പ്രാർത്ഥന എന്നോ ഇതിനെ വിളിക്കാം. Because
It is a prayer that Jesus gives us to pray. നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന പ്രാർത്ഥനയാണ് ഇത്. So, we should recall Jesus' prayer as a prayer for us today. In this prayer, Jesus said that the believers should be united with him. പക്ഷേ പലപ്പോഴും ആ ഒരു വലിയ ക്രിസ്തുവിൻ്റെ ആഗ്രഹത്തിൽ നിന്ന് സഭ വേറിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. That is why Gospel according to St. John chapter 1 verses 10 to 11 says, the Word was in the cosmos, and the cosmos came into being through him, yet the cosmos did not know him and did not recognize him. ലോകം അവനെ അറിഞ്ഞില്ല, ലോകത്തിലേക്ക് വന്നു, ക്രിസ്തുവിനെ ലോകം അറിഞ്ഞില്ല എന്ന് പറയുന്നു. God decides that the humans should lead their life in unity with God. ക്രിസ്തുവിനെ അറിഞ്ഞ് അവനോട് ഐക്യപ്പെട്ടുള്ള ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. One of the famous writer and thinker, Nitya Chaitanya Yeti, has written his experience with Christ. Nitya Chaitanya Yeti പറയുന്നത്, എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, നീ തന്ന കണ്ണ് തുറന്നു നോക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടാകണമേ, നിന്റെ വാക്കുകൾ ഉൾക്കൊള്ളുവാൻ എൻ്റെ ഹൃദയത്തിൻ്റെ കാതുകൾ തുറന്ന് കിട്ടണമേ, നിന്റെ ധന്യതയിൽ പങ്കാളിയാകുവാൻ എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ, നിന്റെ ധന്യതയിൽ പങ്കാളിയാകുവാൻ എൻ്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതക്രമം ഇന്ന് സഭ പടുത്തുയർത്തേണ്ടത് ഉണ്ട്. അതുകൊണ്ട് ടുഡേ വി ഹാവ് ടു റീതിങ്ക് നാം ക്രിസ്തുവിനോട് എപ്രകാരമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, വി ഹാവ് എ യൂണിറ്റി വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവുമായി അഭേദ്യമായ ഒരു ബന്ധം ക്രൈസ്തവ സഭയ്ക്ക് എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വി ഹാവ് എ യൂണിറ്റി വിത്ത് ക്രൈസ്റ്റ്. The pioneers of the Church of South India had a strong relationship with God. So the Holy Spirit strengthened them to be the part of this great church formation. നമുക്കും അപ്രകാരം സഭയുടെ കെട്ടുപണിക്ക് ഒരു ഭാഗമായി തീരണമെങ്കിൽ we need to build a unity with Christ. And another thing is we are united in Christ. ക്രിസ്തുവിൽ നാം പരസ്പരം ഐക്യമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. ക്രിസ്തുവിൽ നാം പരസ്പരം ഐക്യപ്പെടുക. God the Father wants all his children to be together in love. He came to bring this kind of unity. St. John chapter 17 verse 21 says that they all may be one, Father, just as you are in me and I in you. We have seen how Jesus was one with God. Again in verse 22 he repeats, they may be one as we are one. ക്രിസ്തു അവിടെ പ്രാർത്ഥിക്കുകയാണ്, നാം എപ്രകാരമായിരുന്നതോ അതുപോലെ ദൈവമേ ഇവർ പരസ്പരം ഐക്യത്തിലായിരിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ അവർക്ക് പകരണമേ എന്ന് ക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിക്കുക. When we look at the Old Testament reading, in the Old Testament portion, the prophet Hezekiel's theme is the restored unity of eschatological Israel. It is a promise that must have meant a lot to the Jews of Ezekiel's day. The prophet Ezekiel and his wife lived in the bank of Kebar River in Tel Aviv with other exiles from Judah. Though the prophet, God promised through the prophet, God promised that he would restore and reunite all the Israelites from the nations, like the stick of Israel and the stick of Judah became one stick in his hand. യൂദയും ഇസ്രായേലും വ്യത്യസ്തങ്ങളായിരുന്ന യൂദയും ഇസ്രായേലും ഒരുമിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ചേരുമെന്ന് ഈ പ്രവാചകനിൽ കൂടി ഇസ്രായേലിനോട് അരുളി ചെയ്യുകയാണ്. In patriarchal times, after the Solomon and David,
sin in the flesh split the nation into the northern and southern kingdoms, each with its own center of worship, and thus they remained even under the deportation of the northern kingdom at the land of Assyrians and Judah at the hand of the Babylon. രണ്ട് രാജ്യങ്ങളിലേക്ക് മാറ്റപ്പെട്ടു പോയ ഒരു ജനത. വ്യത്യസ്ത രാജ്യങ്ങളായിരുന്നെങ്കിൽ പോലും അവരുടെ ഹൃദയങ്ങളിൽ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള വലിയ വാഞ്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. Even though they are separated and scattered in different nations and follow different culture, they did not forget that they were one nation. പിന്നീട് അവർ ഒരുമിച്ച് ഒറ്റ രാജ്യമായി തീർന്നത് ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. Church of South India should proclaim that we are united in Christ. We may have become from different regions with different languages, culture, economic backgrounds, and linguistics. But we are united as a church to witness the great miracle of God. So today, let us analyze that. Are we continue to follow the unity among ourselves? ഇന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് നമുക്ക് മുൻപേ കടന്നുപോയ സഭാപിതാക്കന്മാർ അവരുടെ ഹൃദയങ്ങളിൽ വന്ന ആ ഐക്യചിന്ത നാം ഇന്ന് നമ്മിലേക്ക് പകരപ്പെടുന്നുണ്ടോ, നാം പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. Of course, we have different missionary traditions which contribute the beauty to the church. However, we need to introspect whether we experience the love and joy of a unified church. ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ നമുക്കറിയാം എപ്രകാരമാണ് സഭ ഐക്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്. നാം ആയിരിക്കുന്ന രാഷ്ട്രത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കൂടി പോകുമ്പോൾ നാം എപ്രകാരമാണ് ജീവിക്കുന്നത്. The church should reconcile with the poor, marginalized and vulnerable people in the society. That is the ultimate goal of Jesus' life. അതാണ് കർത്താവിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം. വ്യത്യസ്ത സാഹചര്യങ്ങളിരിക്കുമ്പോൾ പോലും ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കണം. Bishop Azaria, one of the pioneers of the Church of South India, lived for a time in a tent near his new cathedral, but spent most of his episcopate traveling across his vast diocese by bullock cart or bicycle, usually accompanied by his wife and his co-worker. His village sermons often attacked the four demons like dirt, disease, debt, and drink. But in the midst of this struggle, he tried to be with the outcast people. കഷ്ടതയുടെ നടുവിലും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുവാനും അദ്ദേഹം സമയം കണ്ടെത്തി എന്ന്. In 1919, Azaria organized a Tranquebar conference. It issued a manifesto which declared, "We believe that the challenge of the present hour and the present critical situation in India itself call us to mourn past divisions and turn to our Lord Jesus Christ, to seek in Him the unity of the body expressed in one visible church. We face together the titanic task of winning India for Christ, 1/5 of the human race." ഏതൊക്കെ സാഹചര്യങ്ങൾ കൂടി പോയാൽ പോലും ഏകമായ ഒരു സഭയ്ക്ക് വേണ്ടിയിട്ട് കൊതിക്കുന്ന വലിയ വാക്കുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 2 years later, his death, the Union Church was inaugurated. He was struggled for the unity of the church. That was fulfilled in 1947. And today, we can boldly say that we are united in Christ. ഇന്ന് ആ മഹാരഥന്മാരുടെ പ്രയത്നം മുഖാന്തരം, ദൈവത്തിൻ്റെ കൃപ മുഖാന്തരം നമുക്ക് സാക്ഷ്യം പറയുവാൻ കഴിയണം. We are united in Christ. We are united in Christ. Another important thing is our witness should be an appeal to the world.
നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ജീവിതത്തിൽ കൂടിയുള്ള സാക്ഷ്യം ഈ ലോകത്തിന് വലിയ ഒരു ചലഞ്ചായിരിക്കണം, പ്രതീക്ഷയായിരിക്കണം. Look at the gospel portion, John chapter 17 verse 20. Again Jesus was praying, my prayer is not for them alone. എൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എൻ്റെ പ്രാർത്ഥന. I pray also for those who believe in me through their message. ഇവരുടെ വാക്കുകളിൽ കൂടി എന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൂടിയുള്ളതാണ് ദൈവമേ എൻ്റെ പ്രാർത്ഥന. Though this prayer of Jesus for the believers, this means that we stand as a model and channel of reconciliation in the society. We need to build the value of unity, not uniformity. We remain this land as a church. Day by day, the situation becomes more crucial here. The world of plurality is thus guided by different forces, internal and external, playing on our consciousness for different ends. Some are guided by self-boasting with ulterior motive to safeguard one's own interest. നാം ആയിരിക്കുന്ന ലോക സാഹചര്യം വളരെ വേദനാജനകമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. അവിടെ നമുക്ക് എപ്രകാരം സാക്ഷ്യമായി നിൽക്കുവാൻ, അവർക്ക് വലിയൊരു വെളിച്ചമായി നിൽക്കുവാൻ കഴിയും. Ephesians chapter 4 verses 1 to 6 says that to live a life worthy of the calling you have received, be completely humble and gentle, be patient, bearing with one another in love. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജനസമൂഹത്തോട് പഠിപ്പിക്കുന്നത് സത്യമായ ജീവിതം, ദൈവത്തിൽ അധിഷ്ഠിതമായ ജീവിതം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ വണ്ണം ജീവിക്കുക എന്ന് പഠിപ്പിക്കുന്നു. പക്ഷേ പലപ്പോഴും നാം എപ്രകാരമാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായി നിർത്തുവാൻ കഴിയുന്നത്? We expect others should be humble and gentle and patient to us. It is understood from the scripture that each individual community is unique and everyone is important. So we need to accept others as they are and not try to dominate the weak and downtrodden. നാം മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുവാനുള്ളതല്ല, മറിച്ച് അവരെ നമ്മിലേക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ, അവരായിരിക്കുന്ന സാഹചര്യത്തിലിരുന്നുകൊണ്ട് അവരെ നമ്മിലേക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയാകുന്നുവെങ്കിൽ we can say that നമ്മുടെ സാക്ഷ്യം ഏറ്റവും ഉദാത്തമാണ് എന്ന് പറയാൻ കഴിയും. Our lifestyle will be an appeal to the world. സഭയുടെ ജീവിതക്രമമാണ് ലോകത്തിന് ഒരു വലിയ സാക്ഷ്യമായി നിൽക്കേണ്ടത്. The church should maintain its vision and growth according to the present world scenario and context. When we complete 73 years as a unified church, we need to identify the defects and correct the vision and our witness to the world. Pope Francis stated during the time of Easter, this is not the time of indifference because the whole world is suffering and we need to be united in facing the pandemic. ഇന്നത്തെ ഈ ലോക സാഹചര്യത്തിൽ നാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. So let us join with the struggling world. We know that the church itself sometimes persecuted or victimized in many ways. സഭ പോലും പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്ന സാഹചര്യമാണുള്ളത്. When we go through the current incidents, many churches are attacked. Missionaries are killed. Mission places are attacked by the religious fundamentalists. And priests are brutally treated. The church is silent in many times. We don't retaliate in the same way that we were attacked. We move forward without any petitions. We conduct worship in the broken churches, continue our mission in the midst of attacks and struggles, like the wife of Graham Stein's life. But we have a vision of the heavenly love and unity and peaceful work in the society. അതായിരിക്കണം നാം ആയിരിക്കുന്ന ലോകത്തിൽ. ഇത്ര കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന സഭയുടെ നടുവിലും നമുക്ക് ഒരുമിച്ച്
പ്രവർത്തിക്കുവാനായിട്ട് കഴിയണം. അതായിരിക്കണം സഭയുടെ ഇന്നത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ സെലിബ്രേഷൻ ദിവസത്തിൽ സഭയായി നമ്മുടെ സാക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, മറ്റുള്ളവരോട് ഞാൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എൻ്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തോട് ഞാൻ എപ്രകാരം സാക്ഷ്യം പറയണം എന്നുള്ളത്. May the grace of the Lord help us to lead a unity in witnessing and peaceful work in the society. Amen. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിലൂടെ ഏറ്റ് പറയാം. അറിയിപ്പുകൾ. ദൈവാലയത്തിൽ ഇന്ന് മുതൽ ആരാധന ആരംഭിച്ചിരിക്കുന്നു. രാവിലെ 8:30 ആയിരിക്കും ദൈവാലയത്തിലെ ആരാധന നടത്തപ്പെടുക. പ്രത്യേകിച്ച് സഭയെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. നമ്മുടെ ദൈവാലയത്തിലെ പൊണേക്കര രാജൻ ഫിലിപ്പിൻ്റെ മാതാവ് അന്നമ്മ ഫിലിപ്പ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. നിങ്ങളുടെ അന്നമ്മ ഫിലിപ്സ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഈ ഭവനത്തെയും കുടുംബത്തെയും ഓർക്കണമേ എന്ന് ഈ സമയത്ത് അറിയിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഹൃദയ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ പാപം ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ ദുഷ്ടങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളല്ലോ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. സെപ്റ്റംബർ 27 CSI രൂപീകരണ ദിനം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വാത്സല്യപുത്രൻ അങ്ങയിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഒന്നാകണമെന്ന് പ്രാർത്ഥിച്ചുവല്ലോ. ദക്ഷിണേന്ത്യ സഭയുടെ ഐക്യം ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് ഒരു ഹൃദയവും ഒരാത്മാവും അവിടുത്തെ ശുശ്രൂഷയ്ക്കായും സാക്ഷ്യത്തിനായും നൽകണമെന്ന് അവിടുത്തോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടിയുള്ള അപേക്ഷ. ദൈവമേ, സകല വിശുദ്ധാഗ്രഹങ്ങളും സകല നല്ല ആലോചനകളും സകല നീതിയുള്ള പ്രവൃത്തികളും നിങ്ങൾ നല്ലോ വരുന്നത് നിന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുവാനായിട്ട്
ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുങ്ങിയിരിക്കുവാനും ഞങ്ങൾ നിന്നാൽ ശത്രുഭയം കൂടാതെ കാക്കപ്പെട്ട് ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിക്കുവാനും ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകൾ മൂലം നിന്റെ അടിയാരായ ഞങ്ങൾക്ക് നൽകണമേ. കൃപയ്ക്കായിട്ടുള്ള അപേക്ഷ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിലും ആത്മാവിലും പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിന്റെ പ്രമാണങ്ങളുടെ വഴികളിലും നിന്റെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് പരിപാലിഷ്ടം തോന്നണമെന്ന് ഞങ്ങൾ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനകൾക്കായിട്ട് നമുക്ക് തലകൾ ഉണക്കാം, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ലോക സാഹചര്യങ്ങളെ ഓർക്കാം, നമ്മുടെ സഭയെ ഓർക്കാം. പുതിയ ഒരു വർഷത്തിലേക്ക് സഭ പ്രവേശിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കാം. ലോകത്തിൽ ലോക സാഹചര്യങ്ങളെ ഓർക്കാം. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട്, അവരോടുകൂടെ ദൈവമേ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ ദേശത്തെ ഓർക്കാം. ഇന്നത്തെ മഹാമാരിക്കെതിരെ പ്രയത്നിക്കുന്ന എല്ലാവരെയും വിവരങ്ങളിലേക്ക് സമർപ്പിക്കും. സാമൂഹ്യ പ്രവർത്തകർ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ, മറ്റു പ്രവർത്തകർ, ഗവൺമെൻറ് ഓഫീഷ്യൽ എന്നിവരെല്ലാം വിവരങ്ങളിലേക്ക് സമർപ്പിക്കും. സഭയെ ഓർക്കാം, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർക്കാം, നമ്മുടെ ദൈവാലയത്തെ ഓർക്കാം. ദൂരദേശത്തായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്താൽ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഓർക്കാം. നമ്മിൽ നിന്ന് വേർപെട്ട് ദൂരെയായിരിക്കുന്നവരെ ഓർക്കാം. വേർപാടിൻ്റെ വേദന പോലെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ വിവരങ്ങളിലേക്ക് സമർപ്പിക്കാം. മറ്റു ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ ഓർക്കാം. നമ്മെ പൂർണ്ണമായി നമ്മുടെ ആവശ്യങ്ങളെയും ആവശ്യഭാരങ്ങളെയും ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ദൈവാലയത്തെയും കുടുംബങ്ങളെയും ഒക്കെയും സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഓരോ അപേക്ഷയുടെയും പിന്നാലെ കരുണയുള്ള കർത്താവെ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ എന്ന് പ്രതിവാക്യമായി പറയാം. കരുണയുള്ള കർത്താവെ, ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. സർവസൃഷ്ടികളുടെയും വിമോചകനായ ദൈവമേ, അസമാധാനവും അനീതിയും നിറഞ്ഞ ലോകത്തിൽ അനുരഞ്ജനത്തിന്റെ ആത്മാവിനെ പകരണമേ. ജാതി, മത, വർണ്ണ, വർഗ വിവേചനങ്ങൾക്കെതിരായി പീഡനം അനുഭവിക്കുന്നവരെയും പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെയും നീതി ലഭിക്കാതെ ക്ലേശം അനുഭവിക്കുന്നവരെയും ലോകത്തിൽ വിവിധ ഇടങ്ങളിൽ ഉറ്റവരും ഉടയവരും പാർപ്പിടവും നഷ്ടപ്പെട്ട് പലായനം ചെയ്യുന്ന ജനതകളെയും കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വൈവിധ്യങ്ങളിൽ നിറയുന്ന ദൈവമേ, ഭാരതദേശത്തിനു വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല ഭിന്നതകളും അകറ്റി സാഹോദര്യ ബന്ധത്തിൽ ഒത്തുനിന്ന് തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുവാനും ശബ്ദമുയർത്തുവാനും അങ്ങനെ ദേശനിർമ്മിതികളിൽ പങ്കാളികളാകുന്നതിനുള്ള അഭിവാഞ്ച ഞങ്ങളിൽ ഉണർത്തണമെന്നും ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സകല അധികാരത്തിന്റെയും ദൈവമേ, സ്വാർത്ഥതയും അഴിമതിയും നിറഞ്ഞ ലോകത്തിൽ ഉത്തരവാദിത്വ ബോധത്തോടെയുള്ള രാജ്യസേവനത്തിന് എല്ലാ ഭരണകർത്താക്കൾക്കും വിവിധ നിലകളിൽ അധികാരം വഹിക്കുന്നവർക്കും പ്രതിബദ്ധതയും നീതിബോധവും നൽകി വഴി നടത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സർവശക്തനായ ദൈവമേ, എല്ലാ എക്യുമെനിക്കൽ പ്രാർത്ഥനകളെയും ഒരു എക്യുമെനിക്കൽ സഭ എന്ന നിലയിൽ ദക്ഷിണേന്ത്യ സഭയുമായി ബന്ധത്തിലായിരിക്കുന്ന മാർത്തോമ, CNI, ലൂഥറൻ സഭകളെയും ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർക്കുന്നു. അപ്രകാരം ലോകമെമ്പാടുമുള്ള സഭകൾ ഒരുമനപ്പെട്ട് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ഏകസഭയായി രൂപാന്തരപ്പെടേണ്ടതിന് ഐക്യത്തിന്റെ ആത്മാവിനാൽ ദൗത്യനിർവഹണത്തിനായി ഞങ്ങളെ ഒരുക്കണമേ.
ദക്ഷിണേന്ത്യ സഭയിൽ ഒരു മനയുടെ ആത്മാവിനെ പകരുന്ന കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അങ്ങയുടെ ദാസന്മാരിൽ ഉണർത്തിയ സഭാ ഐക്യ ചിന്തകളും അക്ഷീണ പരിശ്രമങ്ങളും വ്യത്യസ്ത ഭാഷകളിലും സംസ്കാരത്തിലും പാരമ്പര്യങ്ങളിലും ആശയങ്ങളിലും ഉള്ളവരെ ഏകസഭയിലേക്ക് ചേർത്തുവല്ലോ. അതേ ആത്മാവിനാൽ ഞങ്ങൾ വിശ്വസ്തയോടും സ്നേഹത്തോടും കുറവുകളെ കണക്കിടാതെ പരസ്പരം ഉൾക്കൊണ്ട് ഏകമനസ്സോടെ വസിക്കേണ്ടതിനും നാം എല്ലാവരും ഒന്നാകേണ്ടതിന് എന്ന വചനത്തിന്റെ സാക്ഷ്യം വഹിച്ച് ലോകത്തിന് ദീപമായി തീരേണ്ടതിനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. തലമുറകളായി വഴി നടത്തുന്ന ദൈവമേ, ദക്ഷിണേന്ത്യ സഭ 74-ാം ജന്മദിനം ആചരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സഭയെ അതിശയകരമായി വഴി നടത്തിയതിനെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ സഭാപിതാക്കന്മാരെയും അവരുടെ സംഭാവനകളെയും ഓർക്കുവാനും നല്ല ദൃഷ്ടാന്തങ്ങളെ അനുഗമിക്കുവാനും അങ്ങനെ ഞങ്ങൾക്കും സഭയുടെ കെട്ടുപണിക്കായി ആത്മാർത്ഥമായി ശ്രമിക്കുവാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സഭയുടെ നാഥനായ കർത്താവേ, ദക്ഷിണേന്ത്യ സഭയെയും അതിന്റെ നേതൃത്വത്തെയും പ്രവർത്തനങ്ങളെയും വിശേഷാൽ മോഡറേറ്റർ മോസ്റ്റ് റെവറൻഡ് എ ധർമ്മരാജ് റസാലം, ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്റ് റെവറൻഡ് ഡോക്ടർ കെ രൂപൻ മാർക്ക്, സിനഡ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി ഫെർണാണ്ടസ് റത്തീന രാജ, ട്രഷറർ പ്രൊഫസർ ഡോക്ടർ ബി വിമൽ സുകുമാർ എന്നിവരെയും 25 മഹാ ഇടവകയെയും അതിലെ എല്ലാ ശുശ്രൂഷകരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സഭയുടെ പരിപാലനത്തിനാവശ്യമായ കൃപ അവരിൽ ചൊരിയണമെന്ന് അപേക്ഷിക്കുന്നു. കൊച്ചിൻ മഹാ ഇടവക മേലധ്യക്ഷൻ റൈറ്റ് റെവറൻഡ് ബി എൻ ഫെൻ തിരുമേനി, മഹാ ഇടവക ഭാരവാഹികൾ, ശുശ്രൂഷകർ അവരവരുടെ വിവിധ ശുശ്രൂഷകളിൽ വിശ്വസ്തരായിരിക്കേണ്ടതിനു വേണ്ടി അങ്ങയുടെ ദൗത്യത്തിന്റെ ആത്മാവിനെ അവർക്ക് പകർന്നു ദൈവരാജ്യ നിർമ്മിതിക്ക് ഏവരെയും പ്രവർത്തോന്മോദരാക്കണമേ. സഭയിലൂടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമേ, എല്ലാ സമൂഹ പ്രവർത്തനങ്ങളെയും ഡിപ്പാർട്ട്മെന്റുകളെയും സംഘടനകളെയും സൺഡേ സ്കൂൾ, യുവജന സഖ്യം, ഗായക സംഘം, സ്ത്രീജന സഖ്യം, സിസ്റ്റർഹുഡ്, ആതുരാലയങ്ങൾ, സ്കൂളുകൾ, കോളേജ് അവയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും തൃക്കൈയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമൂഹിക പ്രതിബദ്ധത വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ചൈതന്യം നൽകുന്ന ദൈവമേ, ദക്ഷിണേന്ത്യ സഭയിലെ എല്ലാ ജനങ്ങളെയും അനുഗ്രഹിക്കണമേ. സഭയ്ക്ക് അങ്ങ് നൽകിയിരിക്കുന്ന വിശ്വാസ പ്രഖ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ മൂല്യാധിഷ്ഠിത ജീവിതം യഥാസ്ഥാനപ്പെടുത്തുന്നതിന് അങ്ങയുടെ വചനത്തെ ഞങ്ങളിൽ നട്ട് എല്ലാവരിലും സാക്ഷ്യത്തിന് ഊർജം പകരണമേ. അങ്ങനെ എല്ലാവരും ഒരുമനപ്പെട്ട് ഉത്തമ ശിഷ്യരാകേണ്ടതിന് അങ്ങയ്ക്ക് ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സകല ആശ്വാസത്തിന്റെയും ദൈവമേ, COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടേഴ്സ്, ആതുരാലയങ്ങൾ, സാമൂഹിക പ്രവർത്തകർ, ഭരണ നേതൃത്വത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, പ്രതിരോധ മരുന്ന് ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നതിനോടൊപ്പം തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹാകരുണയുള്ള കർത്താവേ, ഭീതിയും മാനസിക പ്രയാസങ്ങളും നേരിടുന്നവരെയും കുട്ടികൾ, പ്രായമായവർ, ഭവനത്തിലും മറ്റിടങ്ങളിലും ഒറ്റപ്പെട്ടു കഴിയുന്നവർ, ആശുപത്രികളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവർ, കോവിഡ് ബാധയാൽ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട് ദുഃഖത്തിലിരിക്കുന്നവർ എല്ലാവരെയും കരുണയോടെ ദർശിക്കണമേ. ആവശ്യത്തിലിരിക്കുന്നവരെ അറിഞ്ഞു കരുതുവാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ.
പരിശുദ്ധ പിതാവേ, എല്ലാ ഭവനങ്ങളും സ്നേഹത്തിന്റെ വിളനിലമാകണമേ. പലപ്പോഴും ജീവന് വെല്ലുവിളി നേരിടുന്ന ഇടങ്ങളിൽ പ്രതികരിക്കുവാനും അപരന്റെ കണ്ണുനീർക്കണങ്ങളെ കാണുവാനും നീതിക്കായി മുറിവേറ്റവന്റെ പക്ഷമാകാനും ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സകല അനുഗ്രഹങ്ങളുടെയും ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ നന്മകളെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ ഞങ്ങളിൽ പ്രതിഫലിക്കേണ്ടതിന് അങ്ങ് നൽകിയ താലന്തുകളെ ശരിയായി വിനിയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപയും ജ്ഞാനവും നൽകി അങ്ങയുടെ മക്കളായി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയും ദയയുമുള്ള കർത്താവേ, അങ്ങയുടെ പുത്രനിൽ കൂടി ബലഹീനരായ ഞങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷകളെ സ്വീകരിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ ജീവന്റെ വെളിച്ചമാകുവാൻ അങ്ങയുടെ ദാനമായ സഭയെയും ജനങ്ങളെയും സകല മലിനതകളിൽ നിന്ന് വീണ്ടെടുത്ത് വഴി നടത്തണമേ. എല്ലാ മനുഷ്യരും അങ്ങയുടെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങ് നൽകിയ ജീവന്റെ സ്നേഹത്തെ പകരുവാനും സർവരും ഒരു മനപ്പെട്ട് ഏക ആരാധന സ്ഥാപിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവേ, ഞങ്ങളുടെ കുറവുകളെ കണക്കിടാതെ അങ്ങ് ഭരമേൽപ്പിച്ച ശുശ്രൂഷകളെ നിർവഹിച്ചു നന്മയുള്ളവരായി സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുമശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്തീയ ഗീതങ്ങളിൽ 328 ഗീതം നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 328. സർവശക്തനായ ദൈവമേ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരികയും
അവനോടുകൂടെ സകലവും സൗജന്യമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ട് ദേഹി കൊണ്ടും ആത്മാവ് കൊണ്ട് നിന്നെ സത്യമായും സ്വതന്ത്രമായും സേവിക്കുകയും സേവയെ നിങ്ങളെ പോലെ സന്തോഷവും ആനന്ദവും കണ്ടെത്തുകയും ചെയ്യേണ്ടതിനും ഞങ്ങളെ തിരുനിനെ കേൾപ്പിച്ചു തരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപയരുളേണമേ. ഒടുവിൽ വിശ്വാസമുള്ള ഹൃദയങ്ങളോടെ കർത്താവിൻ്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും ഇതേക്കും കാലാവസാനം കൂടാതെ കർത്താവിൻ്റെ വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ഒടുവിലായി നമുക്കെല്ലാവർക്കും ചേർന്ന് ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 216 കീർത്തനം പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ നിന്നും 216 കീർത്തനം, കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് ഹിം നമ്പർ 222, ഹിം നമ്പർ 222. Yeshua, Mona, Salin.
കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.